ഇതുപോലെ പോലീസിൽ വിശ്വാസമില്ലാതെ വന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണ് ഈ നിയമോപദേശം കൊടുത്തത്? ആ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടേ പറ്റുള്ളൂ. ഇത്രയും വലിയ കഠിനമായ ക്രൂരമായ ഒരു ദൃശ്യം നമ്മളാരും കണ്ടിട്ടില്ല. സ്വതന്ത്രമായിട്ട് ഈ വഴി നടക്കാൻ കഴിയില്ല. ആ രീതിയിലുള്ള അവസ്ഥയിലേക്ക് വരും. പോലീസിന് നിയമ അവബോധം ഇപ്പം തീരെയില്ല എന്നാണ് പോലീസ് അസോസിയേഷൻ്റെ ഒരു ആവശ്യം. ഇന്ത്യയിലെ ഒരു പാരാമിലിറ്ററി പോലെയുള്ള പോലീസിൽ ആവശ്യമില്ല. സർക്കാർ ഇനിയെങ്കിലും ആഭ്യന്തര വകുപ്പ് നിയമപരമായ നടപടിയിലേക്ക് വരണം. ഇത് ഒരു ചെറിയ വിഭാഗമല്ല, നല്ലൊരു വിഭാഗം ആൾക്കാർ ഇതേ രീതിയിലാണ് പോലീസിൽ പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങളെ മർദ്ദിക്കുന്ന പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇന്നും സർവീസിലുണ്ട്. അവർ സൂക്ഷിക്കുക, കാരണം രോഷം അതികഠിനമായി വരും. പോലീസിനെ മാത്രമല്ല, ഒരു സർക്കാരിനെ തന്നെ ജനങ്ങൾ വിലയിരുത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തിലൂടെയാണ്. ഒരർത്ഥത്തിൽ സർക്കാരിന്റെ മുഖമാണ് പോലീസ്. പോലീസിന്റെ പ്രാഥമികമായ ജോലി കുറ്റകൃത്യങ്ങൾ തടയുകയും കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയുമാണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് എന്നും രാജ്യത്തിന് ആകെ മാതൃകയാക്കാവുന്ന നിരവധി പോലീസ് ഇതര ജനകീയ ഇടപെടലുകൾ നടത്തിയ പോലീസ് എന്നുമൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ ആ സൽപ്പേര് കളഞ്ഞു കുടിക്കുകയാണോ? ജോലിഭാരവും നൈറ്റ് ഡ്യൂട്ടികളും സ്പെഷ്യൽ ഡ്യൂട്ടികളും ഉൾപ്പെടെ എല്ലാം കൊണ്ടും കടുത്ത മാനസിക സമ്മർദ്ദം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനൊരു പരിഹാരവും വേണം. പക്ഷേ ഇതിന്റെ എല്ലാം രോഷം തീർക്കേണ്ടത് പൊതുജനത്തിന്റെ മേലെയല്ലല്ലോ. ഈ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സാർ, ഓണത്തോടനുബന്ധിച്ച് പോലീസിന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും വിളിച്ചോണം എന്ന് പറഞ്ഞ പോസ്റ്റിന് താഴെ കൂമ്പിനിട്ടിടിക്കാനല്ലേ എന്നാണ് കൂടുതൽ പേരും കമന്റ് ചെയ്തത്. സാറിന്റെ അനുഭവത്തിൽ പോലീസിലുള്ള വിശ്വാസം ഇത്രത്തോളം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ മുൻപുണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇതുപോലെ പോലീസിൽ വിശ്വാസമില്ലാതെ വന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴേ മിക്കവാറും പോലീസ് സ്റ്റേഷനിലൊക്കെ തിക്ത അനുഭവമാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത്. അത് തന്നെയല്ല, പോലീസിന് നിയമ അവബോധം ഇപ്പം തീരെയില്ല എന്നാണ്. കാരണം പല പോലീസ് സ്റ്റെപ്പുകളും നിയമവിരുദ്ധമായ സ്റ്റെപ്പുകളാണ്. പല തീരുമാനങ്ങളും തെറ്റായിട്ടാണ് പോലീസ് കാണുന്നത്. മേലുദ്യോഗസ്ഥന്മാർക്ക് പൊതുവെ ഈ കാര്യത്തിൽ നിയമത്തെപ്പറ്റി അജ്ഞതയാണ് എന്ന് പറയേണ്ടി വരും. കാരണം സൂപ്പർവൈസറി ലാപ്സസ് ധാരാളം കേരളത്തിൽ നടക്കുന്നു. മേലുദ്യോഗസ്ഥർക്ക് പലർക്കും ഇത് കൺട്രോൾ ചെയ്യാനോ ഇതിന് നിയമപരമായ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാനോ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് പോലീസ് എത്തിയത്. ഇവിടെ പോലീസിലെ കുറേ ആൾക്കാർ നിയമവിരുദ്ധമായ കാര്യങ്ങൾ സ്വീകരിക്കുകയും പൊതുജനങ്ങളെ മർദ്ദിക്കുകയും പണമുണ്ടാക്കാനുള്ള ഒരു മെഷീനറി ആയിട്ട് അധപ്പതിപ്പിച്ചു ചിലർക്ക്. എങ്കിലും കേരളത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ള വളരെ അധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും അവർക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ നിയമപരമായ ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്നതിനെ പറ്റി വലിയ ബോധ്യമില്ല. അങ്ങനെ ഒരു ക്ലാസ് അവർക്ക് എടുക്കുന്നുമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് പോലീസിൻ്റെ മിക്കവാറും ഉള്ള അന്വേഷണ നേതൃത്വം കൊടുക്കുന്നവർ പലർക്കും ആ ഇൻവെസ്റ്റിഗേഷനെ പറ്റി വലിയ വിവരമില്ല, ആ നിയമപരമായ അവബോധമില്ല എന്നതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് പോലീസ് അതപ്പതിച്ചത് എന്നെനിക്ക് തോന്നുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 11 പേരാണ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത്. തുടർ ഭരണകാലത്ത് 6 പേരും. അടുത്തിടെ കസ്റ്റഡി മരണം സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇടിമുറിയിലെ മർദ്ദനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു തടയിടാൻ പറ്റാത്തത്? അത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു നിരീക്ഷണം വന്നു. സുപ്രീം കോടതി ഇന്ത്യയിലെ 2020 പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV ദൃശ്യം വേണം, ഓഡിയോ വീഡിയോ അതോടൊപ്പം നൈറ്റ് വിഷൻ ഉള്ള CCTV ക്യാമറകൾ പതിപ്പിക്കണം. അത് തന്നെയല്ല, പോലീസ് സ്റ്റേഷൻ്റെ എല്ലാ വശത്തും, അതിൻ്റെ മുൻവശം ഗേറ്റിലും പിൻവശത്തും അതിൻ്റെ ഗ്രൗണ്ടുകളിലും അതുപോലെ ഇടയ്ക്കുള്ള മുറികളിലും എല്ലാ ഭാഗത്തും വിസിറ്റേഴ്സ് വന്നിരിക്കുന്നതും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ആ പ്രതികളെ ഇടുന്ന സെല്ലും എല്ലാം കവർ ചെയ്യുന്നുള്ള രീതിയിൽ CCTV ദൃശ്യം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വെക്കണമെന്ന് 2020 സുപ്രീം കോടതി പറഞ്ഞതാണ്. അത് പലരും ധിക്കരിച്ചു, ലംഘിച്ചു. പലരും ഇടിക്കാനുള്ള സൗകര്യത്തിന് ഈ CCTV ദൃശ്യം ഇല്ലാത്ത സ്ഥലം കരുതി വെച്ചു.
അങ്ങനെ പൊതുവെ നോക്കിക്കഴിയുമ്പോൾ പോലീസ് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ചില്ല. കേരളത്തിലെ പോലീസിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം 11 പേരും കസ്റ്റഡിയിലെത്ത ഉണ്ടായി എന്നും ഇപ്പോൾ ഇതുവരെ 8 മാസം 6 പേര് കസ്റ്റഡിയിലെത്താണെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പോലീസ് ആധുനികവൽക്കരിച്ചിട്ടില്ല. പോലീസിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം. കാരണം പോലീസ് സേനയിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുണ്ട്, അത് പരിച്ഛേദം നിർത്തണം. ആ പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് ഞാൻ വളരെ നാളുകളായിട്ട് പറയുന്നുണ്ട്. രാഷ്ട്രീയമായ ചിന്ത അവരുടെ മനസ്സിൽ അവർ തീർച്ചയായിട്ടും ആ അസോസിയേഷൻ വരുമ്പം ഭരണകക്ഷിയോടും അല്ലെങ്കിൽ LDFനോടോ UDFനോടോ കൂറ് പുലർത്തുന്ന സംഘടനാ നേതൃത്വം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെയാണ് പോലീസിൽ കാണുന്നത്. പോലീസിന് അങ്ങനെ ഒരു ജോലിയുടെ ആവശ്യമില്ല. പോലീസിലെ എല്ലാ മാസവും അവിടെ ഓരോ കൺസേൺഡ് SP-മാർ ആ പോലീസിൻ്റെ പരിദേവനങ്ങൾ കേൾക്കാൻ ഒരു സഭ കൂടുന്നുണ്ട്. അവിടെ വെച്ച് പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങൾ പോലീസ് അസോസിയേഷൻ്റെ ഒരു ആവശ്യം ഇന്ത്യയിലെ ഒരു പാരാമിലിറ്ററി പോലെയുള്ള പോലീസിൽ ആവശ്യമില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അത് അനുവദിച്ചിട്ടില്ല. ഇന്ത്യൻ പട്ടാളത്തിലോ CRPയിലോ അങ്ങനെയുള്ള പാരാമിലിറ്ററി സംഘടനകൾ പാരാമിലിറ്ററി ഫോഴ്സിലേക്കും ഒന്നും ഇതുവരെ അത് അനുവദനീയമല്ല. അത് നല്ലതുമല്ല നാടിന്. അതിൻ്റെ തിക്തഫലങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ പോലീസ് വകുപ്പ് കാണിച്ച ജാഗ്രതയ്ക്ക് ആഭ്യന്തര വകുപ്പിനും കൃത്യമായ പങ്കുണ്ട്. പോലീസിനെ നിലയ്ക്ക് നിർത്തുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഇത്രയും വലിയ കഠിനമായ ക്രൂരമായ ഒരു ദൃശ്യം നമ്മളാരും കണ്ടിട്ടില്ല. കേരളത്തിലെ പോലീസ് ഇതേ രീതി പലരോടും പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ പലതരത്തിലും തേച്ചു മാച്ച് കളഞ്ഞു. പോലീസിൻ്റെ അധികാരം ഉപയോഗിച്ചിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും അവരെ വഴിക്ക് നിർത്തി അവരെ ഇംഗിതത്തിന് പോലീസിൻ്റെ ഇംഗിതത്തിന് നിർത്തിയും അടിയേറ്റവരെല്ലാം വീട്ടിൽ പോയി ചികിത്സിക്കുകയും അവർ നിത്യമായ പലരും ഒരു അവശനിലയിലേക്ക് വരികയും ചെയ്ത് ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. പക്ഷേ ഇതിനൊന്നൊരു പരിഹാരമില്ല. നീതി നടപ്പാക്കണം. സത്യവും നീതിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഈ പ്രാവശ്യം ആ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുള്ള ഉപദ്രവം അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഭീകരമായ മർദ്ദനം നമ്മളെങ്ങും കണ്ടിട്ടില്ല. ഇത് നേരിട്ട് നമ്മൾ കാണുകയാണ്. അയാളൊരു കുറ്റവും ചെയ്തിട്ടില്ല. അയാളൊരു മോഷണ കേസിലോ അടിപിടി കേസിലോ ഒന്നിലുള്ള വ്യക്തിയല്ല. അയാളൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്. അത് തന്നെയല്ല, അയാൾ പ്രത്യേകിച്ച് നമ്മളെപ്പോലെയല്ല. അയാൾ ഒരു അമ്പലവാസിയാണ്, അമ്പലത്തിലൊരു പൂജാരിയാണ്, വളരെ സൗമ്യനാണ്. പൂജയാണ് അയാൾ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്കൊരാളെ ചീത്ത വിളിക്കാനോ അങ്ങനെയുള്ള ഒരാളെ അടിക്കാനോ പിടിക്കാനോ സ്വാഭാവികമായിട്ടും കഴിയില്ല. ഇവിടെ ഇപ്പം പോലീസ് വന്ന് ചില 2-3 വ്യക്തികളെ അവർ പിടിച്ചെടുക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ ഇയാൾ ഇടപെട്ടു. ആ കാര്യത്തിൽ ഇയാൾ മണ്ഡലം പ്രസിഡന്റ് ആയതുകൊണ്ട് ഇടപെട്ടിട്ട് ചീത്ത വിളിക്കരുതെന്ന് അവർക്ക് എതിരായിട്ട് സംസാരിച്ച ഒറ്റ വൈരാഗ്യം വെച്ചിട്ട് ഇയാളെ കൊണ്ട് ഭീകരമായിട്ട് മർദ്ദിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചു വിട്ടേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളവരൊന്നും നമ്മുടെ പോലീസ് ഫോഴ്സിൽ ആവശ്യമില്ല. പല പോലീസ് സ്റ്റേഷനിൽ ഇതേ രീതിയിലുള്ള ക്രിയകൾ നടക്കുന്നുണ്ട്, ഉപദ്രവം നടക്കുന്നുണ്ട്, മർദ്ദനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് അവർക്കൊരു മാതൃകാപരമായൊരു ശിക്ഷ, ഇവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ശിക്ഷ. പോലീസിലെ പല സന്ദർഭത്തിലും ഇന്നലെ മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലിൽ പറയുന്നത് കേട്ടു, 2 തരത്തിൽ പോലീസിന് അവരെ പണിഷ് ചെയ്യാൻ പറ്റില്ല. എന്ത് വിവരക്കേടാണ് വിളിച്ചു പറയുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി, പോലീസ് നടപടി ആ ഡിസിപ്ലിൻ പ്രൊസീഡിങ്സിന്റെ ഭാഗമാണ്. അത് മിസ്കോണ്ടക്റ്റ് ആണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ ഒരു മിസ്കോണ്ടക്റ്റ് കാണിച്ചാൽ ഡിസിപ്ലിൻ പ്രൊസീഡിങ്സ് അത് ഇനിഷ്യേറ്റ് ചെയ്യും. അത് മിസ്കോണ്ടക്റ്റിനാണ്. അതേസമയത്ത് പോലീസിനകത്ത് ഇവരെ കൊണ്ടൊന്ന് ഇടിക്കുന്നത് അത് മിസ്കോണ്ടക്റ്റ് അല്ല. അത് മിസ്കോണ്ടക്റ്റ് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി ആയിട്ട് പോകും. ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തെ സാധാരണ പോലെ കേസെടുക്കേണ്ടതാണ്. അത് ഇതുവരെ എടുക്കാതെ മനുഷ്യനെയും അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓൾറെഡി നടപടി എടുത്തത്. അത് നടപടിയല്ല, അത് ക്രിമിനൽ കൃത്യം ചെയ്യുന്നവർക്കെതിരായിട്ടുള്ള നടപടിയല്ല എടുത്തിരിക്കുന്നത്. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട അയാളുടെ നിയമപരമായ കടമകൾ അത് വ്യതിചലിച്ച് പോകുമ്പോൾ മിസ്കോണ്ടക്റ്റ് ആയിട്ട് ഇൻക്രിമെന്റ് മാറും. ചിലപ്പം സർവീസിന് റിട്ടയർമെന്റ്, കമ്പൾസറി റിട്ടയർമെന്റായും പിരിച്ചുവിടാനൊക്കെ അധികാരം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയാണ്. അത് ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയറും എവിഡൻസ് ആക്ടും അതുപോലെ തന്നെ IPC അതിന് യാതൊരു ബന്ധവുമില്ല. അത് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നടത്തുന്നതാണ്. മറ്റേതല്ല, ഇതുവരെ ആ മനുഷ്യനെ ഇതുവരെ ഇത്ര ഭീകരമായിട്ട് മർദ്ദിച്ചിട്ടും ഒരു കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. CCTV ദൃശ്യം വന്നിട്ടും
കേസെടുക്കാൻ തയ്യാറല്ല. ഓൾറെഡി എടുത്തു എന്ന് മണ്ട ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരെ ആദ്യം പിരിച്ചുവിടണമെന്നാണ് ഞാൻ പറയുന്നത്. സുജിത്തിനെ മർദ്ദിച്ചവർ കാക്കി വേഷം ധരിച്ച് പോലീസ് സർവീസിൽ തുടരാമെന്ന് കരുതേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ വെല്ലുവിളി. ഇതിനു പുറമെ തൃശൂർ DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പ്രതിഷേധവും നടത്തിയിരുന്നു. പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയുമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരാകട്ടെ ഈ ഒരു വിഷയത്തിൽ കാര്യമായ പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല. ഈ ഇടിയൻ പോലീസുകാരെ ഇനിയും സംരക്ഷിക്കാൻ പറ്റുമോ സർക്കാരിന്? തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കാൻ കഴിയില്ല. സർക്കാർ ഇനിയെങ്കിലും ആഭ്യന്തര വകുപ്പ് നിയമപരമായ നടപടിയിലേക്ക് വരണം. ഇന്നലെ DGP ചില വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും അത് ഇപ്പോഴത്തെ ഈ പൊതുജനങ്ങളുടെ രോഷം ശമിപ്പിക്കാൻ പറ്റുന്നതല്ല. നിയമപരമായിട്ട് എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് ആ ഇടികൊണ്ടയാളെ വിളിച്ചു വരുത്തി അയാളുടെ മൊഴി രേഖപ്പെടുത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ചെയ്യേണ്ടത്. കാരണം CCTV ദൃശ്യമുണ്ട്, സാക്ഷിയൊന്നും അതിൻ്റെ അകത്ത് വേണ്ടല്ലോ. ആ കേസ് FIR പ്രതിയാക്കിയിട്ട് അവരെ ഉടനെ സസ്പെൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അവരെ ഈ കേസിന്റെ കുറ്റവിചാരണ ശേഷം റിമൂവ് ചെയ്യുകയും ചെയ്യുക നിയമപരമായിട്ട്. ഇപ്പം കോടതി സോമോട്ടായിട്ട് ഒരു കേസ് എടുത്തിട്ടുണ്ട്, അത് കോടതി നടപടിയാണ്. ഇവിടെ പോലീസും അതേ രീതിയിലുള്ളൊരു കേസ് എടുത്താൽ തന്നെയും അതിനകത്ത് കോടതിയുടെ അന്വേഷണവും പോലീസ് അന്വേഷണം രണ്ടും വ്യത്യസ്ത രീതിയിലാണ് പോകുന്നത്. കോടതിയിലെ സാക്ഷിമൊഴികളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പം പോലീസിനാകുമ്പം കൂടുതൽ എവിഡൻസ്, ഡോക്യുമെന്റ്സ്, അതുപോലെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഇതെല്ലാം പോലീസിന് കണ്ടെടുത്ത് കൃത്യമായ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാരും കേരളത്തിൽ ഇനി ഈ സ്വതന്ത്രമായിട്ട് നടക്കാമെന്ന് കരുതണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് വെല്ലുവിളിക്കുന്നത്. നമ്മൾ കണ്ടല്ലോ ആ പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്കുള്ള മാർച്ച്. അതുകൊണ്ട് അവർ സൂക്ഷിക്കുക. ഇതുപോലെ പൊതുജനങ്ങളെ മർദ്ദിക്കുന്ന പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇന്നും സർവീസിലുണ്ട്. അവർ സൂക്ഷിക്കുക. കാരണം രോഷം അതികഠിനമായി വരും. നിങ്ങൾക്കൊക്കെ സ്വതന്ത്രമായിട്ട് ഈ വഴി നടക്കാൻ കഴിയില്ല. ആ രീതിയിലുള്ള അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടത് അയാളുടെ മൊഴി വർത്തി ഇനിയെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക. അതിനകത്ത് പ്രതിയായിട്ട് 5 പേര് വരണം. ഒരാൾ പോലീസിൽ നിന്ന് വിട്ടുപോയി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചേക്കേറി എന്ന് മനസ്സിലാവുന്നുണ്ട്. അത് സാരമില്ല. 5 പേര് ഉപദ്രവിച്ചവരാണ്. 5 പേരെയും പ്രതിയാക്കിയിട്ട് അയാളുടെ മൊഴി പകർത്തി വളരെ ലേറ്റസ്റ്റ് സ്റ്റേജ് ആയാലും ശരി ഒരു കേസ് ചെയ്ത് അന്വേഷണം നടത്തി അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്യണം. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ നുഹ്മാൻ ഇപ്പോൾ വിയ്യൂരിൽ പ്രിൻസിപ്പൽ SI ആയും, ശശിധരൻ, സജീവൻ എന്നിവർ തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലും സന്ദീപ് മണ്ണൂട്ടിയിലുമാണ് ജോലി ചെയ്യുന്നത്. എയർ ക്യാമ്പിലുണ്ടായിരുന്ന സുഹൈർ പിന്നീട് സേനയിൽ നിന്ന് രാജിവെച്ചു. ഇപ്പോൾ വില്ലേജ് ഓഫീസറാണ്. ഇവർക്കെതിരെ ഒരിക്കൽ നടപടി എടുത്തതുകൊണ്ട് ഇനി നടപടി പറ്റില്ല എന്നാണ് പോലീസ് പറയുന്നത്. ശരിക്കും അങ്ങനെയുണ്ടോ? ഇവർക്കെതിരെ ഇനി നടപടി എടുക്കാൻ പറ്റില്ലേ? ഇത് നിയമോപദേശം കൊടുത്തത് തെറ്റായിട്ട് നിയമോപദേശം കൊടുത്തിരിക്കുകയാണ് പോലീസിന്. ആരാണ് ഈ നിയമോപദേശം കൊടുത്തത്? ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും അതുപോലെ ഒരു ക്രിമിനൽ കേസും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവരാണോ നിയമോപദേശം കൊടുക്കുന്നത്? ആ നിയമോപദേശം കൊടുത്തവരുടെ പേര് വെളിപ്പെടുത്തണം. കാരണം അവർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കണം. തെറ്റായ രീതിയിൽ ഗവൺമെന്റിനെ മിസ്ഗൈഡ് ചെയ്തവരാണ്. ആരാണ് നിയമോപദേശം കൊടുത്തത്? എവിടുന്നാണ് അവർക്ക് ഈ നിയമോപദേശം കിട്ടിയത്? ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയും ക്രിമിനൽ കേസും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാത്ത ഒരാളാണോ അത് നിയമോപദേശം കൊടുത്തത്? അതുകൊണ്ട് ആ രീതിയിലുള്ള വേലകളൊന്നും ഇനി നടക്കില്ല. കാരണം അതിനിവിടെ കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയ്ക്ക് ഇനിയെങ്കിലും പരിഹാരം പോലീസ് കണ്ടില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുക്കേണ്ടി വരും. സൂപ്പർവൈസറി ലാപ്സസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പേരിൽ നടപടി എടുക്കാനായിട്ട് കോടതികളിൽ നീങ്ങേണ്ടി വരും. ഭീഷണി, പണം നൽകി കേസ് ഒഴിവാക്കാനുള്ള ശ്രമം, ഇതെല്ലാം തരണം ചെയ്താണ് സുജിത്ത് ഒടുവിൽ നീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ക്രിമിനൽ സ്വഭാവത്തിൽ എങ്ങനെയാണ് പോലീസുകാർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്? ചെറിയൊരു വിഭാഗത്തിന്റെ ഇത്തരം സമീപനം മുഴുവൻ പോലീസ് സേനയുടെ വീര്യം ചോർത്തിക്കളയുന്നതല്ലേ? അത് ശരിയാണ്. പക്ഷേ ഇത് ഒരു ചെറിയ വിഭാഗമല്ല. നല്ലൊരു വിഭാഗം ആൾക്കാർ ഇതേ രീതിയിലാണ് പോലീസിൽ പ്രവർത്തിക്കുന്നത്. കാരണം പല സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ പല ജില്ലകളിൽ നിന്ന് വാർത്തകൾ, പോലീസിന് മോശമായ രീതിയിലെ വാർത്തകൾ, ഇടയ്ക്ക് നല്ല ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലുള്ളവരെ പ്രകീർത്തിച്ച് സംസാരിക്കും. പക്ഷേ ഇപ്പോഴേ കൈവിട്ടു പോയ കാര്യങ്ങൾ പോലീസിൽ ചെറിയൊരു ശതമാനമല്ല, നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് അറിയത്തില്ല, നിയമാവബോധമില്ല. അവർ കാണിക്കുന്ന വൃത്തികേടുകൾ അവർക്ക് സ്വയം പണമുണ്ടാക്കാനും രാഷ്ട്രീയ ചിന്തയോടും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലീസ് അസോസിയേഷൻ അടിയന്തരമായിട്ട് ഇതിനകത്ത് പിരിച്ചുവിടാൻ ഗവൺമെന്റും അല്ലെങ്കിൽ കോടതിയും ഇതിനകത്ത് ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. സാർ എപ്പോഴും പോലീസ് അസോസിയേഷനെ എതിർക്കുന്നതാണ്. ഈ പോലീസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ പോലീസിലെ താന്തോന്നികൾക്ക്
എന്തും ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ടോ? പോലീസ് അസോസിയേഷന്റെ പ്രവർത്തനം നിയമവിരുദ്ധമാണ്. അങ്ങനെയൊക്കെ ഒരു സംഘടനാ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഒരു 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 ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഫോഴ്സിന്, അതുപോലെ തന്നെ ഒരു പട്ടാളത്തിന് അല്ലെങ്കിൽ പാരാമിലിറ്ററിയിൽ, അത് രീതിയിലുള്ള പോലീസ് ഫോഴ്സിലൊന്നും ഒരു സംഘടനയെ പാടില്ല എന്നാണ്. കാരണം മതേതരമായ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ എല്ലാവർക്കും സംഘടിക്കാൻ അവകാശമുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം കരുതി ഉണ്ടാക്കിയിരിക്കുന്ന മിലിറ്ററി, പാരാമിലിറ്ററി, പോലീസ് ഫോഴ്സസ്, ഇവിടെയൊന്നും സംഘടനാ സ്വാതന്ത്ര്യം നല്ലതല്ല. അതിലെ ദൂഷ്യവശങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ ഇടയ്ക്ക് പറയുന്നത് പോലെ ഈ ഗുണ്ടകളെ പോലീസ് അമർച്ച ചെയ്തേ പറ്റൂ, കൈകാര്യം ചെയ്തേ പറ്റൂ, സമ്മതിക്കുന്നു. പക്ഷേ ചില ഘട്ടങ്ങളിൽ കൊലപ്പുള്ളികളെയും ഇത്തരത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഒരു സാധാരണക്കാരന്റെ മെക്കിട്ട് കയറുന്ന, അവരെ അസഭ്യം പറയുന്ന, മർദ്ദിക്കുന്ന പോലീസുകാരെ ആര് നിയന്ത്രിക്കും? അത് തീർച്ചയായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ നിയന്ത്രിക്കേണ്ടത് പ്രാഥമികമായിട്ട് അവിടുത്തെ SHO ആണ്. അയാളുടെ കീഴിലാണ് ആ പോലീസുകാർ. അപ്പോൾ അവിടെ ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ അയാളാണ് കുറ്റക്കാരൻ. അതിന് മുകളിലെ സൂപ്പർവൈസറി ഓഫീസർ, USP, SP, DIG, IG ഒക്കെ ഉണ്ട്. അവർക്ക് എന്താണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവർ പോലീസ് സ്റ്റേഷൻ നിരന്തരം വിസിറ്റ് ചെയ്ത് ഇതുപോലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലാതെ നിരന്തരം വിസിറ്റ് ചെയ്ത് ഗൈഡ് ലൈൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ഈ പോലീസിൻ്റെ മർദ്ദനം നമുക്ക് അത് നിർത്താൻ കഴിയുള്ളൂ. മേലുദ്യോഗസ്ഥന്മാർ കൂടെ പോലീസ് സ്റ്റേഷനിലും അതുപോലെയുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസുകളിലെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും ആൾക്കാരെ അല്ലെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും പോലീസിൻ്റെ വിവിധമായ, അല്ലെങ്കിൽ വിജിലൻസ് ആയാലും ശരി, ക്രൈംബ്രാഞ്ച് ആയാലും ശരി, ലോക്കൽ പോലീസിലായാലും ശരി, അവിടങ്ങളിലൊക്കെ അവർ വിസിറ്റ് നടത്തി അടിയന്തരമായിട്ട് അവിടെ പ്രതികളെ, പ്രത്യേകിച്ച് അവിടെ ഡീറ്റെയിൻ ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ആ പ്രതികളെ പോയി കാണാനുള്ള ഒരു സൗകര്യം ഇവർക്കൊക്കെ ഉണ്ട്. അവരതും വിനിയോഗിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു പരിഹാരം നമുക്ക് ശാശ്വതമായിട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകൾ പോലീസുമായി ബന്ധപ്പെട്ട കുറേ അധികം സംശയങ്ങൾ ചോദിച്ചിരുന്നു. പോലീസിന്റെ അറസ്റ്റുമായും ബന്ധപ്പെട്ടും പോലീസിന്റെ അനാവശ്യമായ തെറിവിളികളെ സംബന്ധിച്ചുമൊക്കെ. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതാണ്.